ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ സ്വന്തം CSK ആണ്. നല്ലവണ്ണം മനോഹരമായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നറിയാം. ഈ നീറ്റ് പരീക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ നിരന്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കും അതുകൊണ്ട് തന്നെ പഴയകാല ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേറ്റഡ് ലേണിംഗ് ഈ കഴിഞ്ഞ വർഷത്തെ 2024 ക്വസ്റ്റ്യൻസ് 4 വിഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വോളിയം 1 വോളിയം 2. അതായത് ഫസ്റ്റ് ഇയറിലെ 2 പുസ്തകങ്ങൾ പഠിക്കാനുള്ളതിൽ ആദ്യത്തെ പുസ്തകം വോളിയം 1, രണ്ടാമത്തെ പുസ്തകം വോളിയം 2. അതുപോലെ സെക്കൻഡ് ഇയർ ആദ്യത്തെ പുസ്തകം വോളിയം 1, രണ്ടാമത്തെ പുസ്തകം വോളിയം 2. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏതാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക, ഏത് പുസ്തകം പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്ന് വരാം എന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുവാൻ കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വോളിയം 1 ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ വോളിയം 1 ആദ്യത്തെ ചാപ്റ്റേഴ്സ് 1 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം. തയ്യാറല്ലേ? വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ക്വസ്റ്റ്യൻസ് വെറുതെ ഡിസ്കസ് ചെയ്തു പോകുന്നതല്ല, അതിനോടൊപ്പം തന്നെ അതിന്റെ കോൺസെപ്റ്റ്സും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഒന്ന് നല്ലവണ്ണം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ഉയർന്ന മാർക്ക് നേടി നല്ലൊരു ഉയർന്ന മെഡിക്കൽ കോളേജിൽ സീറ്റ് നേടിയെടുക്കണ്ടേ? വരൂ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The highest number of helium atoms is in. ഒന്ന് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ അതിന്റെ മോൾ കോൺസെപ്റ്റ് ആണ്. 1 മോളിൽ അവകാഡോ നമ്പർ ഉണ്ട്. ആദ്യത്തെ പറയുന്നു ഇറ്റ് ഈസ് 4 മോൾസ്. ആദ്യത്തെ 4 മോൾസ് ഓഫ് ഹീലിയം. 4u ഓഫ് ഹീലിയം. എന്താണ് 1 atom of helium? 1 atom of helium is the atomic mass of helium that is equal to 4u അല്ലെങ്കിൽ 4amu. അപ്പൊ 4u of helium എന്ന് പറയുമ്പോൾ it is 1 atom ആണ് അല്ലെ, ഒരു ആറ്റത്തിന്റെ മാസം. 4 gram of helium, that is 1 mole of helium. 1 mole of helium is equal to 4 gram. അപ്പോൾ 4 gram of helium എന്ന് പറയുമ്പോൾ എത്രയാണ്? It is equal to 1 mole. 2.27. 1 mole of helium is equal to 4 gram. 1 mole of helium occupies a volume of 22.7 liters at STP, where the pressure is equal to 1 bar. ഒരു മോൾ ഓഫ് 1 മോൾ ഓഫ് ഇതിനെയാണ് നമ്മൾ പറയുന്നത് we call it as molar volume. The volume occupied by 1 mole of any gas at STP. 1 bar pressure of it is 22.7 liters. പലപ്പോഴും നമ്മൾ 22.4 liters വെച്ച് ചെയ്യാറുണ്ട്. Where the pressure is 1 atmosphere. 1 atmosphere ആവുമ്പോൾ 22.4 liters. It is 1 bar 22.7 liters ആണ്. അപ്പോൾ 22.7 liters of helium at STP എന്ന് പറയുമ്പോൾ ഇത് 2.27 ആണ്. 2.27 എന്ന് പറയുമ്പോൾ it is 0.1 mole. ഇനി നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ അവകാഡോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. മോൾസിന്റെ അവകാഡോ നമ്പർ കാൽക്കുലേറ്റ് സമയം കളയരുത്. ഹയസ്റ്റ് നമ്പർ ഓഫ് ഹീലിയം ആറ്റംസ് ഏതാണോ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഉള്ളത് അതായിരിക്കും ആൻസർ. ആൻസർ ഈസ് 4 മോൾസ് ഓഫ് ഹീലിയം. ഓപ്ഷൻ ഈസ് 1. ക്ലിയർ ആണല്ലോ? ദ മോൾ കോൺസെപ്റ്റ് ആദ്യത്തെ ചാപ്റ്ററിലെ ബേസിക് കോൺസെപ്റ്റ്സിലെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. 1 gram of sodium hydroxide was treated with 25 ml of 0.75 molar HCl. Acid base reaction ആണ്. Sodium hydroxide reacts with HCl. ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നതാണ്? സോൾട്ട് ആൻഡ് വാട്ടർ, സോഡിയം ക്ലോറൈഡ്, വാട്ടർ. വളരെ ക്ലിയർ ആണ്. 1 mole of sodium hydroxide exactly neutralizes 1 molar HCl അല്ലേ? 1 mole of sodium hydroxide exactly neutralizes 1 molar HCl. ഒരു മോൾ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു മോൾ ഓഫ് HCl തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരു മോൾ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ 40 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. 40 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുന്നത് 1 മോൾ ഓഫ് HCl ആയിട്ടാണ്. നമ്മുടെ ചോദ്യം എത്രയാണ്? 1 gram of sodium hydroxide reacts 25 ml of 0.75 molar. 25 ml of 0.75 molar. ഇത് എങ്ങനെ എത്ര മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യും? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 25 into 0.75. കാൽക്കുലേഷൻ സിമ്പിൾ ആവാനായിട്ട് 25 into 0.75 എന്ന് പറയുമ്പോൾ 3/5 ml മോളാർ ആണ്. We call it as millimoles. ക്ലിയർ അല്ലേ? ഇത്ര മില്ലിമോൾസ് ആണ്. 25 into 3/4 millimoles. അത് എത്ര മോളാർ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ 1000 millimoles ആണ്. അപ്പൊ ഇത് എത്ര മോളാർ എന്ന് കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ
1000. 25 into 3 divided by 1000. എത്ര കിട്ടും? This one is molar. കിട്ടിയോ? 40 gram sodium hydroxide 1 molar HCl. ഇവിടെ നമ്മൾ എത്ര മോളാർ HCl ആണ്? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം നിങ്ങൾ ഒരുമിച്ച് അവസാനിപ്പിച്ച് ചെയ്താൽ പോരെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ദിസ് ഈസ് എത്ര മോളാർ HCl എന്ന് പറയുമ്പോൾ 25 into 3 divided by 4 into 1000 മോളാർ. ഇവ എത്ര ഗ്രാം ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു മനസ്സിലാക്കിയാൽ മതി. 40 gram സോഡിയം ഹൈഡ്രോക്സൈഡ് 1 മോളാർ. അപ്പൊ ഇത്ര മോളാർ HCl-ന് എത്ര ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ്? ക്ലിയർ അല്ലേ? എത്രയായിരിക്കും അത്? കോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 40 into 25 into 3 divided by 4 into 100 അല്ല 1000 അല്ലേ? 4 into 1000. അപ്പൊ എത്ര ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്ന് കിട്ടാൻ പറ്റും അല്ലേ? 4 25 into 3 75 divided by 100. 75 divided by 100 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.75 gram. കിട്ടിയോ? It is equal to 0.75 gram. 40 gram sodium hydroxide 1 molar HCl. അങ്ങനെയാണ് ഇത്ര മോളാർ HCl എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 25 ml of 0.75 മോളാർ എന്ന് പറയുമ്പോൾ ആ 25 ml of 0.75 മോളാർ എത്ര ഗ്രാം ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യണം? 0.75 gram ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യണം. നമുക്ക് എത്ര തന്നിട്ടുണ്ട്? നമുക്ക് ഇതിന് പകരം 1 gram സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതിന് പകരം we are getting even 1 gram of sodium hydroxide. 1 gram of sodium hydroxide, the mass of sodium hydroxide left unreacted. നമുക്ക് കൃത്യം വേണ്ടത് 0.75 gram ആണ്. 1 gram of sodium hydroxide അതുണ്ട്. Mass left unreacted is 1 minus 0.75. Answer is equal to 0.25 gram is the answer. That left unreacted. React ചെയ്യാത്ത എത്ര ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്? Answer is 0.25. 0.25 1 gram നമുക്കറിയാം. 1 gram എന്ന് പറയാം 1000 milligram ആണ്. Into 1000 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 250. ഓപ്ഷൻ ഈസ് 2. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത്തരം ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കുക, ഏത് തമ്മിൽ റിയാക്ട് ചെയ്യുന്നു ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. A compound X contains 32% of a 20% and remaining percentage C. Then the empirical formula കണ്ടുപിടിക്കണമെങ്കിൽ weight അല്ലെങ്കിൽ percentage divided by atomic mass. A എത്ര വരും? A is 32 divided by atomic mass വന്നിട്ട് 64. B എത്ര വരും? B is equal to 20 divided by atomic mass എത്രയാണ്? 40. ഇനി C എത്ര വന്നിട്ടുണ്ട്? C is the remaining അല്ലെ? 32 20 52. അപ്പൊ എത്ര വരും? 48 വരും. Balance is 48 divided by atomic mass is 32. ക്ലിയർ ആണോ? എത്രയാണോ ഗിവൺ പെർസെന്റേജ് അല്ലെങ്കിൽ എത്രയാണോ വെയിറ്റ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 32 by 64. A എത്ര വരും? A is equal to 1/2. B എത്ര വരും? B is also 1/2. C എത്ര വരും? C is equal to അല്ലെ 16 into 3. 16 into 2. അപ്പൊ എന്ത് വരും? It is equal to 3/2. 3/2. ഇതാണ് ഇവ തമ്മിലുള്ള റേഷ്യോ. A is to B is to C. Ratio is half is to 3/2. Converting into the whole numbers വരുമ്പോൾ എല്ലാം 2 common factor ആണ്. അവ whole number വരും A B C3. A B C3. ക്ലിയർ ആണല്ലോ? This has to be multiplied by 2. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഹോൾ നമ്പർ ആക്കുമ്പോൾ A B C3. This is the empirical formula. A B C3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ is 2. Empirical formula, molecular formula calculations. ഒന്ന് നോട്ട് ചെയ്യാം. പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അപ്പോൾ നമ്മുടെ സിംപ്ലസ്റ്റ് റേഷ്യോ വരും. അതിനെ ഹോൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കോണൻ നമ്പേഴ്സും അതിന്റെ സൈസും ഷേപ്പും ഓറിയന്റേഷൻ ആണ്. 4 ഡിഫറെന്റ് കോണൻ നമ്പേഴ്സ് ഉണ്ട് എന്നറിയാം. ഏതൊക്കെയാണ്? N, L, M and S. N we call it as a principal common number. Determines the size of orbital. Size of orbital. Size ഇതേതാ? ഷേപ്പ് അല്ലെ? ഇത് ഏത് വരും?
orientation of orbital. ഇത് spin of electron. Our principal quantum determines the size, magnetic quantum determines the shape, azimuthal quantum determines the orientation. ഏത് ഡയറക്ഷനിലേക്കാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, എക്സിലേക്കാണോ വൈയിലേക്കാണോ, in between x and y ആണോ, അല്ലെങ്കിൽ along the axis ആണോ, and s determines the spin of this electron. നോക്കാം, n gives the size of orbital. n gives the size of orbital. L determines the shape. And spin is the orientation of spin of electron, and L determines the orientation. ഇതായിരിക്കും ഓപ്ഷൻസ്. ഓപ്ഷൻസ് ഒന്ന് നോക്കൂ, ഏതായിരിക്കും ശരി? 1 2 3 4 അല്ലെ? L ഏത് വരണം? A3 വരണം. A3 വരുന്നുണ്ടോ? A3 B4 C ഏത് വരും? C is equal to 1. Option is equal to 2. Option is equal to 2. Quantum numbers ആ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. 7. The energy of the electron in the ground state of helium ion. The energy of an electron in the nth Bohr orbit is given by minus 13.6 divided by n squared into z squared electron volt per atom. അല്ലെങ്കിൽ പറയാം minus RH Rydberg constant divided by NH into z squared. In terms of energy data, minus 13.6 ആവും, കിലോ ജൂൾസ് ആവുമ്പോൾ 1312 വരും. ജൂൾസ് പെർ ആറ്റം ആണെങ്കിൽ 2.18 into 10 raised to minus 18. ആ വാല്യൂസ് അറിയുന്നത് തന്നെയില്ല, അല്ലാതെ തന്നെ അറിയാം എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എനർജി ഓഫ് ഇലക്ട്രോൺ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം അയോൺ. അപ്പൊ ഹീലിയം അയോണിന്റെ എനർജി എങ്ങനെ എഴുതും? ഹീലിയം അയോൺ എനർജി He plus is equal to minus RH divided by n is equal to 1 square into z squared. Helium atomic number is equal to 2 into 2 square അല്ലെ? അപ്പൊ minus 4 RH വരും. അതിന്റെ എനർജി എത്രയാണെന്നുള്ളത് it is equal to minus x എന്ന് പറയുന്നുണ്ട് അല്ലെ? it is equal to minus x. അടുത്ത എനർജി ഓഫ് ബെറീലിയം 3+ Be3+ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? again minus RH divided by n square. n is equal to 2 ആണ്. 2 എന്ന് പറയുമ്പോൾ 2 square ആണ്. 2 square എന്ന് പറയുമ്പോൾ by 4 വരും into divided by n squared into z squared. z squared ആരാ? ബെറീലിയം ആണ്. ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ is equal to 4 into 4 square. അപ്പൊ എത്ര വരും? 4 ഇവിടെ ക്യാൻസൽ ചെയ്യും. that is also is equal to minus 4 RH. ഇതിന്റെ എനർജി എത്രയാണ് എന്നുള്ളതാണ്. നോക്കിയേ, this equation 1 this divided by equation 2 ഇതും ക്യാൻസൽ ചെയ്യും. therefore what will be the value? minus 4 RH തന്നെയാണ്. therefore the value is equal to എന്ത് പറയും? value is equal to minus x. option is 1. ക്ലിയർ ആണല്ലോ? എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ nth Bohr orbit ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ nth Bohr orbit എന്താണ്? അതിന്റെ വാല്യൂസ് പഠിക്കുന്നതാണ് ഈ കാൽക്കുലേഷൻ ബേസിൽ. അതുപോലെ റേഡിയസ് ഓഫ് ദ nth Bohr orbit 0.529 n squared divided by z Armstrong unit. the radius ചോദിക്കുകയാണ്. ഇത് എനർജിയാണ്. ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്തു. ആൻസർ ഈസ് ഈക്വൽ ടു minus x. ഓപ്ഷൻ ഈസ് 1. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. arrange the following elements in increasing order of the first ionization enthalpy. ഫസ്റ്റ് ionization enthalpyയുടെ ഓർഡറിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. ഇങ്ങനെയാണ് എനർജി പോകുന്നത്, ഓർമ്മയുണ്ടല്ലോ അല്ലെ? ലിത്തിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. തേർഡ് പീരീഡ് അതുപോലെ തന്നെയാണ് കേട്ടോ. സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, ഇത് ഓർഡർ തന്നെയാണ്. ചെറിയ വ്യത്യാസമുണ്ട്. നോക്കിയേ, ഈ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ബെറീലിയം ആൻഡ് ബോറോൺ, ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഓക്സിജൻ, ഇത് തമ്മിലാണ് എനർജി. നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഏതാ? നൈട്രജൻ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ആര് വരും? കാർബൺ വരും. കാർബൺ കഴിഞ്ഞാൽ പിന്നെ ആര് വരാം? ബെറീലിയം ആണോ ബോറോൺ ആണോ വരിക? ബെറീലിയം ആണ് വരിക. ബെറീലിയം കഴിഞ്ഞിട്ടാണ് പിന്നെ ബോറോൺ. then comes lithium.
lithium, boron, beryllium. Lithium, boron, beryllium. Option is 2. ചെറിയ ഡിസ്ക്രിപ്പൻസി ഇൻ ദ സെക്കൻഡ് പീരീഡ് ആൻഡ് തേർഡ് പീരീഡ്. തേർഡ് പീരീഡ് ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്പൻസി ഉണ്ട് ആ ഓർഡറിൽ കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നൈട്രജനും ഓക്സിജനും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി, ബെറീലിയവും ബോറോണും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. Arrange the following elements in increasing order of electronegativity. ഏറ്റവും ഹൈയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഏതാണ്? ഫ്ലൂറിൻ is the most electronegative atom. ഏറ്റവും മോസ്റ്റ് ഇലക്ട്രോ. അത് കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ഈസ് ഓക്സിജൻ. അത് കഴിഞ്ഞാൽ പിന്നത്തെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് നൈട്രജൻ. ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് ഇത് മൂന്നെണ്ണമാണ്: ഫ്ലൂറിൻ, ഓക്സിജനും നൈട്രജനും. സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ വരുന്ന ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ? ഓപ്ഷൻ ഈസ് 1. 1 is the correct answer. The order of electronegativity. That is from the chapter classification of elements and periodicity in properties. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. അഗെയിൻ ദ കെമിക്കൽ ബോണ്ടിങ് ആണ്. കെമിക്കൽ ബോണ്ടിങ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ദ ഷേപ്സ് ഓഫ് മോളിക്യൂൾസ്, അതിന്റെ ഹൈബ്രിഡൈസേഷൻ അല്ലെ. നോക്കുക, അമോണിയയുടെ ഷേപ്പ് നമ്മൾ പലപ്പോഴും എല്ലാവർക്കും കാണാൻ അറിയാവുന്നതാണ്. അമോണിയ ഈസ് pyramidal. The bond angle is 107 degree. Hybridization is sp3. sp3 hybridizer ആണ്, pyramidal ആണ്. അപ്പോൾ ആദ്യത്തെ A is equal to 1. A is equal to 1 എന്ന് പറയുന്ന ഏത് ഓപ്ഷൻ? A is equal to 1. Trigonal pyramidal. A is equal to 1. ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഈസ് 1. ആദ്യത്തെ ഓപ്ഷൻ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. BrF5, XeF4, SF6. ഇതിന്റെയൊക്കെ SF6 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് octahedral shape ആണ്. XeF4 സ്ക്വയർ പ്ലാനാർ. BrF5 സ്ക്വയർ പിരമിഡൽ. ഷേപ്സ് ഓഫ് മോളിക്യൂൾസും അതിന്റെ ഹൈബ്രിഡൈസേഷനും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഉറപ്പായിട്ടും കെമിക്കൽ ബോണ്ടിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. അതിൽ ഒരു ഭാഗം ഹൈബ്രിഡൈസേഷനും അതിന്റെ സ്ട്രക്ചറും ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. Identify the correct answer. 3 resonance structures can be drawn for ozone. Ozone എങ്ങനെ 3 resonance structures? Ozone ആകെ 2 resonance structures ആയി ഉള്ളൂ. ഒരു resonance structure ഇതാണ് അല്ലേ? lone pair of electrons കാണിക്കുന്നു. ഒരു resonance structure. മറ്റൊരു resonance structure വരും. ആ ബോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതിയല്ലോ. ഇവിടെ ഡബിൾ ബോണ്ട് വരയ്ക്കാം. only two resonance structures for 1 and 2. ഇതിൽ ഏതാണ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ none of the resonance structures actually exist. ഇത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഇടയിലുള്ള ഒരു resonance hybrid of the molecule actually exist. The bond length oxygen ozone bond length equal ആണെന്ന് വെച്ചാൽ they are the same bond length ആണ്. ഡബിൾ ബോണ്ട് അല്ല സിംഗിൾ ബോണ്ട് is in between that of single and double bond. അപ്പോൾ ആദ്യത്തെ the three resonance can be drawn for ozone. No, this one is wrong. BF3 is a non-zero. BF3 is a non-polar molecule ആണ് അല്ലേ? ബോണ്ട് ഡൈപോൾസ് ക്യാൻസൽ ചെയ്യും. Therefore, dipole moment is equal to 0. Dipole moment of NF3 is greater than no. അമോണിയയുടെ ഡൈപോൾ മൊമെന്റ് ആണ് കൂടുതൽ. അമോണിയയുടെ ഡൈപോൾ മൊമെന്റ് കൂടാൻ എന്താ കാരണം? ബോണ്ട് ഡൈപോളും ഓർബിറ്റൽ ഡൈപോളും സെയിം ഡയറക്ഷനിലാണ്. ഇതിന്റെ ബോണ്ട് ഡൈപോൾ ഈ ഡയറക്ഷനിൽ, ഇതിന്റെയും ബോണ്ട് ഡൈപോള്, ഇതിന്റെ ബോണ്ട് ഡൈപോളും ഈ ഡയറക്ഷനിൽ, ഓർബിറ്റൽ ഡൈപോൾ എല്ലാം ഒരൊറ്റ ഡയറക്ഷനിൽ നിൽക്കുന്നു. എല്ലാം ഒറ്റ ഡയറക്ഷൻ. 1.47 dBi വരും. ആ സ്ഥലത്ത് ഫ്ലൂറിൻ വരുമ്പോണ്ടല്ലോ ആ ബോണ്ട് ഡൈപോൾ അടിയിലേക്ക് പിടിച്ചു വലിക്കുക ഫ്ലൂറിൻ വരുമ്പോ. അപ്പോ ഓർബിറ്റൽ ഡൈപോളും ബോണ്ട് ഡൈപോളും അങ്ങോട്ട് ഓപ്പോസിറ്റ് പൊസിഷൻ ആയതുകൊണ്ട് വളരെ വളരെ കുറയും. NF3യുടെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.24 dBi വരും. 0.24. ഡൈപോൾ മൊമെന്റ് ഓഫ് NH3 ആണ്, അമോണിയ ആണ് ഏറ്റവും കൂടുതൽ. 3 canonical forms for ശരിയല്ലേ? CO3 2- ഇതാണ് സാധനം. CO3 2-. ഇതൊരു റെസൊണൻസ് സ്ട്രക്ചർ. ബോണ്ട് ഇപ്പുറത്തേക്ക് മാറ്റി, പിന്നെ ബോണ്ട് ഇപ്പുറത്തേക്ക് മാറ്റി. ഉറപ്പായിട്ടും 3 canonical forms can be drawn for CO3 2-. Identify the correct answer. Option is 4. Chemical bonding and molecular structure. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ ചാപ്റ്ററിന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. കെമിക്കൽ ബോണ്ടിങ്ങിൽ തന്നെയാണ് പിന്നെയും ചോദ്യങ്ങൾ. നോക്കിയേ, ലിസ്റ്റ് 1 നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് മാത്രമേ ഉള്ളൂ. ഈത്തേൻ എന്ന് പറയുമ്പോൾ CH3 ആണ്. There is only one sigma bond. ഒറ്റ സിഗ്മ ബോണ്ടേ ഉള്ളൂ ഈത്തേനില്. There is only one sigma bond. എത്തീൻ CH2 double bond CH2 double bond CH2 എത്തീൻ. One sigma bond and one pi bond.
C2 molecule ഓർമ്മയുണ്ടോ മക്കളെ? C2 molecule according to molecular orbital theory. C double bond C. ഓർത്തു വെക്കാട്ടോ. Both bonds are pi bonds according to molecular orbital theory. Molecular orbital theory C2 molecule 12 ഇലക്ട്രോൺസ് ഉള്ളത് വരച്ചു കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ it is found that രണ്ട് ബോണ്ടുള്ള both of them are pi bond. രണ്ടും pi bond ആണ്. In C2 molecule 2 of them are pi bonds. അപ്പോൾ ഈത്തേൻ 3 വരാം. ഈത്തേൻ 3 വരാം. പിന്നെ C2 C എന്ന് വരാം 2 വരാം. ഓപ്ഷൻ ഈസ് ഇതിനില്ലേ A3 B4 C2 yes D is 1. ഇത്തൈൻ എന്ന് പറയുമ്പോ ഈ സാധനം കാർബൺ രണ്ട് പൈ ബോണ്ട് ഒരു സിഗ്മ ബോണ്ട്. ഓപ്ഷൻ ഈസ് 3. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ്. ഒന്ന് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇൻട്രാമോളിക്കുലർ. രണ്ട് ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്തിൻ ദ മോളിക്യൂൾ. ഇത് ഹൈഡ്രജൻ ഫ്ലോറൈഡും വേറൊരു ഹൈഡ്രജൻ ഫ്ലോറൈഡ് മോളിക്യൂൾ, ഇവ തമ്മിലുള്ള ബോണ്ടിങ്ങിനെയാണ് പറയുന്നത് we call it as intermolecular. ചോദ്യം ഇന്റർമോളിക്കുലർ ഇൻട്രാമോളിക്കുലർ ആണ്. വിത്തിൻ ദ മോളിക്യൂൾ വെൽ നോൺ എക്സാമ്പിൾ ആയിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓർത്തോ നൈട്രോഫിനോൾ. ഈ ഹൈഡ്രജൻ ആറ്റം 1 ആറ്റം with more electronegative atom such as oxygen. ഇവ തമ്മിലുള്ള ബോണ്ടിനെയാണ് പറയുന്നത് we call it as intramolecular hydrogen bonding. Therefore option is 1. Intramolecular hydrogen bonding is present in orthonitrophenol. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. again this from thermodynamics ആണ്. തെർമോഡൈനാമിക്സ് ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങളാണ്. ഐസോതെർമൽ പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണം. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, carried out at constant temperature. Isocoric എന്ന് പറയുമ്പോൾ carried out at constant volume. Isobaric constant at pressure. Adiabatic process there is no exchange of heat between the system and the surroundings. Just ഒന്ന് മാച്ച് ചെയ്താൽ മതി അല്ലേ. ഏത് വരും? A2 വരുന്നു. A2 വരുന്ന ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഈസ് 4. A2 B3 C4 അല്ലേ, C4. ഓപ്ഷൻ ഈസ് 4. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, വേറെ ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. തെർമോഡൈനാമിക്സിൽ തന്നെയാണ്. എപ്പോഴാണ് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നത്? എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് റാൻഡംനെസ്. ഡിസോർഡർ ആണ് എൻട്രോപ്പി എന്ന് കാണിക്കുന്നത്, ഡിസോർഡർ ആണ് അല്ലെ. ഏതൊരു നാച്ചുറൽ ഓക്കറിംഗ് പ്രോസസ് എൻട്രോപ്പി ഓൾവേസ് ഇൻക്രീസസ്. ഡിസോർഡർ എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോളിഡ് സ്റ്റേറ്റിലാണോ, ലിക്വിഡ് സ്റ്റേറ്റിലാണോ, ഗേഷ്യസ് സ്റ്റേറ്റിലാണോ ഏറ്റവും കൂടുതൽ എൻട്രോപ്പി ഉള്ളത്? അല്ലെങ്കിൽ ഡിസോർഡർ ഉള്ളത്? ഡിസോർഡർ ഏറ്റവും കൂടുതൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, സോളിഡ് സ്റ്റേറ്റിൽ ഏറ്റവും കുറവ്. നോക്കാം, ലിക്വിഡ് വേപ്പർ, ലിക്വിഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു വേപ്പർ. ലിക്വിഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു വേപ്പർ. ഉറപ്പായിട്ടും എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. എൻട്രോപ്പി ഇൻക്രീസസ്. യെസ്, എൻട്രോപ്പി ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് ലോവേർഡ് ഫ്രം 130 Kelvin ടെമ്പറേച്ചർ ലോവർ ചെയ്തു. അപ്പോൾ ടെമ്പറേച്ചർ ലോവർ ചെയ്യാന്ന് പറയുമ്പോൾ ഉള്ള ആ ഡിസോർഡർ കുറഞ്ഞു വരികയാണ്. Therefore ഇവിടെ this one which entropy increases, here the entropy decreases, disorder decreases, movement decreases. അടുത്ത നോക്കിയേ, ഇവിടെ സോളിഡ് ആയിരുന്നു റിയാക്ടൻ സൈഡിൽ, ഇവിടെ 2 moles ഓഫ് ഗേഷ്യസ് പ്രൊഡക്ട്സ് ഉണ്ട്. അഗെയിൻ ഒരു സോളിഡ് വെൽ ഫിക്സഡ് പൊസിഷനിൽ സോളിഡിൽ നിന്ന് ആ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഹിയർ ദ എൻട്രോപ്പി ഇൻക്രീസസ്. ഇവിടെ ഒരു 1 ലാസ്റ്റ് ഓപ്ഷനിൽ ഡിയില് 1 mole ഓഫ് ക്ലോറിൻ ആയിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് 2 ക്ലോറിൻ ആറ്റംസ് ആയി. ഉറപ്പായിട്ടും എൻട്രോപ്പി ഡിസോർഡർ ഇൻക്രീസസ്. ദിസ് ഈസ് ഓൾസോ ഡിസോർഡർ ഇൻക്രീസസ്. അപ്പോൾ ഏത് വരും? A, C and D. ഓപ്ഷൻ ഈസ് 3. 3 is the correct answer regarding this entropy. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. The work done during a reversible isothermal expansion of 1 mole of hydrogen gas. The work done during an isothermal reversible expansion. ഏതാ ഫോർമുല? Work done during a reversible process given by -2.303
nRT log final volume divided by initial volume. Final volume divided by log LOG. ഇതാണ് നമ്മൾ പഠിച്ച വർക്ക് ഡൺ ഡ്യൂറിംഗ് റിവേഴ്സിബിൾ പ്രോസസ്. റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? വോളിയം അല്ല, പ്രഷർ അല്ല. നമുക്കറിയാം വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് നമുക്കറിയാം. പ്രഷർ കൂടുമ്പോൾ ഉറപ്പായിട്ടും വോളിയം കുറയും. Therefore, W reversible can be written as W reversible is equal to minus 2.303 nRT log in terms of pressure. Final volume വരും initial pressure divided by final pressure. That is equal to minus 2.303 into number of moles. 1 mole of hydrogen gas ആണ്. 1 mole. R ന്റെ വാല്യൂ ഒന്നുണ്ട്. എത്രയാണ്? 2 calories. 2 calories ആണ്. Into ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കാലറീസിലാണ്. അപ്പോൾ 2 തന്നെ മതി. 2 into ടെമ്പറേച്ചർ എത്രയാണ്? 25 ഡിഗ്രി സെൽഷ്യസ്. എല്ലാ സെൽഷ്യസിനെയും കെൽവിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 298 കെൽവിൻ into log initial from a pressure of 20. Initial 20 ആയിരുന്നു. 20 divided by 10 അല്ലേ? അതാണ് that is equal to log 2 ആണ് വരിക അല്ലേ? minus 2.303 into 2 into 298 into log 2. What is the value of log 2? Log 2 is 0.3010. ഇത്ര കാലറീസ് ആയിരിക്കും ആൻസർ വരിക അല്ലെ? ഇത്ര കാലറീസ് ആയിരിക്കും ആൻസർ വരിക. പ്രോബ്ലം ചെയ്യാൻ നിൽക്കണോ? ഇവിടെ ചെയ്യാൻ നിൽക്കണ്ട. എന്ത് വെച്ചാൽ നോക്കൂ, ആൻസർ ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് ആയുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. നെഗറ്റീവ് ആയുള്ള ഒരൊറ്റ ഓപ്ഷൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഈസ് 2. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി minus 413 കാലറീസ് കിട്ടും. ആൻസർ ഈസ് മൈനസ് നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ വേറെ ഏതെങ്കിലും നെഗറ്റീവ് വാല്യൂ നമുക്ക് ചെയ്ത് നോക്കാമായിരുന്നു. അതിന്റെ മൂലം ആവശ്യമില്ല. ജസ്റ്റ് ആ കോൺസെപ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഹൗ ടു കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് എ റിവേഴ്സിബിൾ പ്രോസസ്. ഇറിവേഴ്സിബിൾ പ്രോസസ് അറിയാലോ. വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി. തെറ്റിക്കില്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. ഇത് ഇക്വിലിബ്രിയത്തിനാണ്. In which one of the following equilibria Kp and Kc are not equal? Kp and Kc തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? Kp is equal to Kc into RT raised to delta n. If delta n is equal to 0, എന്താണ് delta n? Delta n is the number of moles of products minus the number of moles of reactants in the gaseous state. Number of moles of reactants equal ആണെങ്കിൽ delta n 0. Delta n 0 വരുമ്പോൾ എന്ത് വരും? Kp is equal to Kc into RT raised to 0. Anything raised to 0 is 1 എന്ന് നമുക്കറിയാം. Therefore, Kp is equal to Kc. അപ്പോൾ ഓർത്ത് വെക്കുക, എപ്പോഴാണ് Kp യും Kc ഈക്വൽ ആവുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് റിയാക്ടൻസ് ആയാലും പ്രൊഡക്ട്സ് ആയാലും ഈക്വൽ ആണെങ്കിൽ Kp is equal to Kc. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോലെ Kp യും Kc ഇവിടെ ഒരു മോൾ, ഇവിടെ 2 മോൾ ആവും? ആവില്ല. ഇവിടെ 2 ശരിയല്ലോ. ഓപ്ഷൻ ഈസ് 2. 2 moles of reactants ഉണ്ട്, 2 moles of products ഉണ്ട് അല്ലേ? ഇവിടെ നോക്കിയേ, ഇത് Kp and Kc are not equal എന്നുള്ളതാണ് ചോദ്യം. സോറി, ഇത് നോട്ട് ഈക്വൽ എന്നുള്ളതാണ് ചോദ്യം. നോട്ട് ഈക്വൽ ആദ്യത്തെ ഓപ്ഷൻ ഈസ് 1 അല്ലേ? ഓപ്ഷൻ ഈസ് 1. നോട്ട് Kp and Kc they are not equal. രണ്ടാമത്തെ നോക്കിയാൽ they are equal. 1 2 3 ഈക്വൽ ആണ്. ഇവിടെ 2 മോൾസ്, ഇവിടെ 2 എല്ലാം ഈക്വൽ ആണ്. ഈ തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസിലെ 2 ഉം 3 ഉം 4 ഉം Kp is equal to Kc. ചോദ്യം Kp and Kc are not equal. Option is 1. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓപ്ഷൻസ് ഒന്ന് കറപ്പിക്കാൻ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം, ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ എന്ന് ചോദിച്ചു. നേരിട്ട് ചാടി കയറി ആൻസർ ചെയ്യരുത്. ഒന്ന് നോക്കുക, Kp and Kc Kp is equal to Kc. 2 3 4 Kp യും Kc യും സെയിം ആണ്, നോട്ട് ഈക്വൽ ആണ് ചോദ്യം. Therefore, option is 1. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. For a given reaction, അത് ഇക്വിലിബ്രിയത്തിന്റെ ക്വസ്റ്റ്യൻ. 2a reversible b plus c. Kc യുടെ വാല്യൂ എന്താണ്? The given time the composition of the reaction mixture A is equal to B is equal to C. Then which of the following is correct? ഓരോ given concentration അതിന്റെ ഓരോ concentration ഉണ്ട്. ഇക്വേഷൻ ആണ് 2a reversible b plus c. B plus c. At a given concentration, for how we can calculate QC? റിയാക്ഷൻ കോഷ്യന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം?
Reaction quotient is the concentration of B into the concentration of C divided by the concentration of A raised to 2. Equilibrium constant എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുക അതുപോലെ തന്നെ റിയാക്ഷൻ കോഷ്യന്റ്. QC ഒരുപക്ഷെ KC-നേക്കാൾ താഴെയാവാം, അല്ലെങ്കിൽ കൂടുതലാവാം, അല്ലെങ്കിൽ QC-യും KC-യും സെയിം ആവാം. QC-യും KC-യും സെയിം ആവാണെങ്കിൽ then the reaction is at equilibrium. നോക്കാം, ബിയുടെ കോൺസെൻട്രേഷൻ എല്ലാത്തിന്റെയും സെയിം ആണ്. 2 into 10 raised to minus 3, 2 into 10 raised to minus 3, 2 into 10 raised to minus 3 divided by 2 into 10 raised to minus 3 the whole square. എല്ലാം ക്യാൻസൽ ചെയ്ത് പോയില്ലേ? Therefore QC is equal to 1 കിട്ടി. KCയുടെ വാല്യൂ is given as 4 into 10 raised to minus 3. QCയും KCയും തമ്മിൽ പഠിച്ചിട്ടുണ്ടോ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിലെ QCയും KCയും തമ്മിലുള്ള റിലേഷൻ. If QC is less than KC, then the equilibrium shifts in forward direction. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞതാണ്, QCയുടെ വാല്യൂ KCനേക്കാൾ താഴെയാണ് ഇക്വിലിബ്രിയം ഫോർവേഡ് ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. QCയുടെ വാല്യൂ KCയേക്കാൾ കൂടുതലാണെങ്കിൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ്സ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. If QC is equal to KC, then the reaction is at equilibrium. ഇവിടെ നോക്കൂ, QCയും KC നോക്കിയാൽ KC is less than അല്ലെങ്കിൽ QC is greater than KC അല്ലെ? 1 of 10 raised to minus 3 ആണ് കിടക്കുന്നത്. 10 raised to minus 3 ആണ്. QC is greater than KC. If QC is greater than KC, നേരെ തിരിച്ചു വരും forward direction. The equilibrium will shift in the backward direction. Reaction has a tendency to go in the backward direction. Therefore, option is 3. അപ്പോൾ വോളിയം 1-ലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം വോളിയം 1-ൽ നിന്ന് തന്നെയാണ്. ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ പുസ്തകം. രണ്ടാമത്തെ പുസ്തകത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ പുസ്തകങ്ങൾ പിന്നെയും കുറെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്, ഏത് പുസ്തകമാണ് കൂടുതൽ അധ്വാനിച്ച് നമ്മൾ പഠിക്കേണ്ടതെന്ന്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വീണ്ടും 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 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്ത വോളിയം 2 ഫസ്റ്റ് ഇയറിന്റെ തന്നെ വീഡിയോയിൽ അടുത്ത ക്ലാസ്സുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. കാണണം, ഉറപ്പായിട്ട് നന്നായിട്ട് പഠിക്കണം, ഉയർന്ന നിലയിൽ എത്തണം. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്.